There goes my heart beating, 'cause you are the reason I'm losing my sleep. Please come back now. And there goes my mind racing, and you are the reason that I'm still breathing. I'm hopeless now. I'd climb every mountain and swim every ocean just to be with you. കുശവൻകൈയിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പാടിയണമേ. കുശവൻകൈയിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
വരണമേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, നിറഞ്ഞ പറയുമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ മരണസമയത്തിലും സ്നേഹവാനും കാരുണ്യവാനുമായ കർത്താവേ, സ്വർഗസ്വപിതാവാൻ ദൈവമേ, അനുഗ്രഹിക്കട്ടെ. മേട്ടയും മധ്യാഹ്ന സമയത്തിനായിട്ട് അവിടുത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ എളിയ ജീവിതത്തിൽ അവിടുത്തെ ആത്മാവിന്റെ ആലോചനകൾ തിരിഞ്ഞു വരുവാനും അതിന്റെ പൂർത്തിയിലേക്ക് എത്തുവാനും തക്കവണ്ണം അവിടുന്ന് സഹായിക്കുന്നതല്ലോ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഈ വൈതന്യത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു. തക്കതായ പങ്കാളിയെ കണ്ടുപിടിപ്പാൻ നിന്റെ മക്കളെ വഴി നടത്തി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിനായിട്ട് പ്രതീക്ഷയോടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവേ മുമ്പാകെ നിൽക്കുന്നു. ദൈവമേ, അവിടുന്ന് അവരുടെ ഭാഗത്തെ അവിടുന്ന് ആശീർവദിക്കണമേ, വാഴ്ത്തണമേ. അവിടുന്ന് അവരുടെ കരങ്ങളിൽ കർത്താവേ സ്നേഹത്തിന്റെ മോതിരം അവിടുന്ന് അണിയിക്കണമേ. സ്വർഗത്തിന്റെ സകല അനുഗ്രഹങ്ങളുടെയും ഐശ്വര്യത്തിന്റെയും അടയാളമായി കിരീടമണിയിച്ചവരുടെ ഭാവജീവിതത്തെ പൂർത്തീകരിക്കണമേ. ദൈവകൃപ നിറഞ്ഞ ഭവനമായി മറ്റുള്ളവർക്ക് മാതൃകയായി ലോകത്തിന് മുൻപാകെ ജീവിപ്പാൻ ക്രിസ്തീയ സാക്ഷി നിർവഹിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. ദൈവമേ, ഈ വിരുന്നിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് മാതാപിതാക്കളെ തിരു മുൻപാകെ സമർപ്പിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതത്തിൽ ഇതിൻ്റെ മക്കൾ അവർക്ക് എപ്പോഴും അത്താണിയായി അവരുടെ വാർദ്ധക്യകാലങ്ങളിൽ അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ അവിടെ നിന്ന് നല്ല തുണയായി മക്കളായിരിക്കാൻ സഹായിക്കണമേ. ദൈവമാധുരെയും ചാരയുമായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഇതിനു മുൻപാകെ സമർപ്പിക്കുന്നു. വിശ്വാസത്തോടെ വാങ്ങിപ്പോയിട്ടുള്ളവരുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ വാഗ്ദാശിക്കായിട്ട് പുറപ്പെടുന്നു കർത്താവേ. വിശുദ്ധാലയത്തിൽ വെച്ച് ഇതിൻ്റെ മക്കൾ അവരെ കുടുംബത്തിൻ്റെ ജീവിതത്തിലൂടെ ഒന്നായി തീരുമ്പോൾ അവിടുന്ന് അവരുടെ കുടുംബത്തിൻ്റെ നായകന് നടത്തിപ്പുകാരനുമായി അവിടുന്ന് ഉണ്ടാകണമേ. തുടർന്നുള്ള സർക്കാരങ്ങളിൽ അവിടുത്തെ തിരുസാന്നിധ്യം നിറച്ച് കർത്താവേ, കാനാവിലെ കല്യാണ ഭവനത്തിലെ പോലെ സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെ അനുഭവം ഉണ്ടായിത്തീരണമേ. തമ്പുരാനെ, ഞങ്ങളിപ്പോഴും എല്ലായ്പ്പോഴും നീക്കം അവിടുത്തെ സ്നേഹം സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ചായി മണവാട്ടിയുടെ വേലുകൾക്കായിട്ട് ഒരുക്കപ്പെട്ട മണവാളന്റെ വേലുകാദാശിയും തുടർന്നുള്ള സൽക്കാരാദികളിലും ഇപ്പോഴും എല്ലായ്പ്പോഴും നേട്ടം ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവരും ഓർമ്മിച്ചതുപോലെ ഫേസ് മാസ്ക് ഉപയോഗിക്കുവാനായിട്ടും അതുപോലെ പറഞ്ഞ നമ്പറിൽ ഉള്ള ആളുകൾ മാത്രം
പള്ളികളിൽ സമാപിക്കുന്നതാണ് പരിശുദ്ധൻ 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 വീടുകളിൽ സ്തുതി. പരിശുദ്ധൻ 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 വീടുകളിൽ സ്തുതി. ഞങ്ങളോട് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നമസ്കാരം ശുശ്രൂഷയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടി നീ മുഖാന്തരം ഉണ്ടാകുമെന്നൊക്കെ അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കേണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കഴിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ട് ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദരങ്ങളെ പ്രതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. രുദ്രപരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണകൾക്കും പ്രകാരം എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്യുന്നു. നിന്റെ തിരുമുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ ന്യായത്തിൽ ഞാൻ അനുഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഞാൻ വെളിപ്പാക്കപ്പെടും. അതിനാൽ നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കേണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം ധരിച്ച് എന്റെ അതിക്രമങ്ങൾ മായിക്കണമേ. എന്നാലോ നിന്റെ ആനന്ദവന്റെ ക്ഷയം എനിക്ക് തിരികെ തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. ഭാവികൾ നിന്നിലേക്ക് തിരിയുകയും ചെയ്യും. എന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല. ഹോമബലികളിൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നിറഞ്ഞ ഹൃദയത്തെ നിരസിക്കുന്നില്ല. അപ്പോൾ നീതിപ്പെടും. അപ്പോൾ
ഇപ്പോൾ പരസ്പരം സംയോജിച്ചിരിക്കുന്ന ഈ നിങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായ ഇഷ്ടാരും മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഐക്യമത്തിൽ ഇവരുണ്ടാകുകയും ചെയ്യണമേ. തന്റെ വിലയിരുത്താൻ വെളിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വാഗ്ദത്തം ചെയ്ത അന്യർക്ക് വരനായിത്തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസത്തിൽ നിന്നും അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനെ സ്തുതിക്കുകയും തന്റെ സഭയുടെ വാഹകനിലേക്ക് എല്ലാ വിജാതികളെയും സ്വരാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീകന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മുതൽവാഴിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുസിന്റെ നാളുകളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. കുലപുണ്യമോ സുഹൃത്തായ മനുഷ്യരുടെ സർവജ്ഞാനത്തിൽ നിന്ന് ഉയർന്നവയ്ക്ക് അതിഥനായിരിക്കുന്നവരും സദാ നന്മകളിൽ സമ്പന്നനും സിനിമകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവം തമ്പുരാനേ, അവിടുന്ന് അനശ്വരമായ വെളിപ്പുള്ള ഓരോരും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധമായ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ള അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവത്തോടെ അതിനെ നിറയ്ക്കുകയും ചെയ്യുന്നു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ട്
അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരങ്ങൾ അതിന്റെ മോതിരമായിട്ട് വെടുപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാരുമായി നീ അതിനെ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോദനങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വാദനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോദനങ്ങളിലൂടെ ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരാകുന്ന ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കുമാറാകണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാട്ടി പുത്രിയായി മണവാട്ടി ജ്ഞാനസമ്പൂർണ്ണതയുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, അവരുടെ ഭാഗം സകല മാലിന്യങ്ങളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, യുഗത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിതരത്തിൽ ഇവരെ അലങ്കരിക്കുകയും മാലാകമാരുടെ വിടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, മുൻപാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനസമൂഹത്തെയും പാപങ്ങളിൽ നിന്നും ക്ലേശതയിൽ നിന്നും മാലിന്യത്തിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും മുൻപാകുന്നു ഇടപെടാതെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുവാനാകണമേ. ദൈവത്തിൽ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായി മനോഹരഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടുപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവർ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാനായി സ്നേഹാർത്തി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യങ്ങൾ കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ സുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ട മനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വാദത്തിന്റെ നിർമ്മലമായ മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ ഇവരെ കാത്തുകൊള്ളട്ടെ. കർത്താവ് നിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, അവിടുത്തെ മതാനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസം ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ ശ്രീവാനികളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുദ്ധനായി ഒരുക്കി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണയും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായ
യാത്രയ്ക്കായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി ദൈവം തമ്പുരാൻ പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബാവേ. പ്രിയമുള്ളവരെ, വാക്കുദാസിയുടെ 1-ാം ക്രമം മോതിരവാഴിന്റെ ക്രമം ഇവിടെ അവസാനിക്കുകയാണ്. കിരീടവാഴിന്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് ഈ മണവാളും മണവാട്ടിയും വേണ്ടതായ ഉപദേശങ്ങൾ നൽകുവാൻ തക്കവണ്ണം ഇടവയുടെ കൈകാര്യമായ എല്ലാവർക്കും ഇരിക്കും. ദൈവത്തിന്റെ 2 ഗവൺമെന്റൊക്കെയായി വളർന്നു വന്ന 2 കുഞ്ഞുങ്ങൾ ഒന്നാവുന്ന ഈ അവസരം അത് ദേവാലയത്തിൽ വെച്ചാവുന്നു ഓർക്കുമ്പോൾ ആദ്യത്തെ സന്തോഷിക്കാം. ദൈവമാണ് ഇവരെ ഒന്നാക്കുന്നതെന്നുള്ള കാര്യം ആദ്യം സൂചിപ്പിച്ചു. അത് അതിലും സന്തോഷപ്രവാഹമാണ്. ഇവിടെ ഒന്നാക്കലിന്റെ ഒരു ശുശ്രൂഷയാണ് നമ്മൾ നടത്തുന്നത്. എല്ലാവരോടും ചേർന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളോ മാസങ്ങളോ ആയിട്ട് മാതാപിതാക്കളും ബന്ധപ്പെട്ടവരൊക്കെ പരസ്പരം സംസാരിച്ച് ഒരു ലേഖനം വായിക്കും. പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ അതിലെ ചില വാചകങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഈ സമയം ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ ചില വാക്കുകൾ ഇങ്ങനെയാണ്. ഇവർ 2 പേരും അവരെടുത്ത് പറയുന്നു, ഭാര്യ തന്റെ മാതാപിതാക്കളെ ഒരു ഭർത്താവും തന്റെ മാതാപിതാക്കളെ ഒക്കെ വിട്ട് ഒത്തവസാനല്ലേ ഇരിക്കുന്നത്. വലിയ രഹസ്യമാണ്. ഇംഗ്ലീഷ് വായിച്ചു വരുമ്പോൾ മിസ്റ്ററി അല്ലെ. ഇനി ഒന്നാവുന്ന സംഭവത്തിൽ ഒന്നാണ് നമ്മൾ കെമിസ്ട്രി. കെമിസ്ട്രി നിങ്ങൾ മിക്സിംഗ് ടു തിങ്സ്. അത്ര എനിക്കതിപ്പോൾ അറിയാം. നിങ്ങൾ പറഞ്ഞാലും ശരിയാണോ തെറ്റാണെന്നോ. At least you know that it is mixing 2 things, that is chemistry. Now we know that what is that 2 things. അല്ലേ, ആ മിക്സ് ചെയ്യുന്ന ആൾക്കറിയാം ഇതെന്താണ്, രണ്ടാമത്തെ കാര്യം എന്താണ്, അത് 2 മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ എന്താണെന്നുള്ളത് അങ്ങനെ തന്നെ നമുക്കറിയാം. അത് കുറച്ച് സമയം കഴിഞ്ഞ് അറിയുകയും ചെയ്യും. So that is chemistry. Now this is a mystery. 1.5 മണിക്കൂർ കൊണ്ട് ഒരു ശരീരമായി തീരുന്നു. ചിന്തിച്ചിട്ടുണ്ടോ? That's a mystery. We don't know how it is. ഒരു മാജിക് എന്ന് വേണമെങ്കിൽ പറയാം. ആകെ ഇവരോട് തിരിച്ചു പോകുമ്പോൾ 2 കാറിലായിരിക്കും വന്നത്, തിരിച്ചു പോകുന്നത് 1 കാറിലായിരിക്കും അല്ലേ. 2 വാഹനത്തിൽ വന്നു. 2 ദിവസം കൂടെ കഴിയുമ്പോൾ 2 പേരും ഏത് വാഹനത്തിലായിരിക്കുന്നു? ഈ വിശുദ്ധ കൂലാശ. സിമ്പിൾ എക്സാമ്പിൾ. 1 മണിക്കൂറിന് മുമ്പ് വരെ ഇവിടെ നിന്ന് ഉറക്കെ ഞാൻ ബസ്സിനെ ഒന്ന് അടിച്ചായിരുന്നെങ്കിൽ സൂസന ഒന്നും പോകാറില്ല. ഏതോ ചെറുക്കൻ അടിപൊളി, ഞാൻ റോഡിലാരൊക്കെ അടിപൊളി. പക്ഷേ 1.5 മണിക്കൂറുടെ കഴിഞ്ഞിട്ട് ഞാൻ സൂസനെ ഒന്നല്ല, ഞാൻ ബസ്സിനെ ഒന്ന് തൊട്ടാലോ, സൂസൻ ഇവിടെ തൊടുമ്പോൾ അവിടെ എങ്ങനെ വേദന എടുക്കുന്നത്? ഒന്നായി കഴിഞ്ഞു. പക്ഷെ എങ്ങനെയാണെന്നറിയാം, ഒന്നാക്കിയതിനാണ്. That is mystery. They became one. ഒന്നായി കഴിഞ്ഞു. പിന്നെ പറയുന്നുണ്ട് ദൈവമാണ് ഒന്നാക്കിയത്. അതിനകത്ത് പിന്നെ ആർക്കും അവകാശപ്പെടാനില്ല. ചേട്ടത്തിക്കോ മാമിക്കോ, മാമി കൊണ്ടുവന്ന ആലോചനയാണ്, അമ്മാവി കൊണ്ടുവന്നതാണ്, ചേട്ടൻ കൊണ്ടുവന്നതാണോ, പള്ളിയിൽ അച്ഛൻ കൊണ്ടുവന്നതാണെന്നോ, ബ്രോക്കർ കൊണ്ടുവന്നതാണെന്നോ ആർക്കും അവകാശപ്പെടാനില്ല. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൊരു കാര്യം ഇവിടുന്ന് ദൈവം തമ്പുരാൻ ചെയ്തു. ഇവരെ ഒന്നാക്കി. അവർക്ക് കൊണ്ടുവരുവാനും പറയുവാനൊക്കെ സാധിക്കും. ദൈവത്തെ ഓർത്ത് ആരും വേർപെടുത്തുന്നു. ദൈവമാണ് ഇവരെ ഒന്നാക്കിയത്. അത് എങ്ങനെയോ ആയിക്കോട്ടെ, അവനറിയാം. ഒന്നാക്കിയെങ്കിൽ എങ്ങനെ അവരെ കൊണ്ടുപോകണമെന്നും അറിയാം. നമ്മളാരും ഇടപെടേണ്ട ആവശ്യമില്ല. ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി.
അവരെ ഒന്നാക്കിയവനറിയാം എങ്ങനെ അവരെ ഒന്നായിട്ട് കൊണ്ടുപോകണമെന്നും അവരെ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ ശ്രേഷ്ഠമായിട്ട് നടത്തണമെന്നും അവനറിയാം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. ആ ദൈവത്തിന്റെ ഇടപെടി എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട്. ഇനി കുറച്ചു മുമ്പ് ഇവിടെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം സൂചന വന്നിരുന്നപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചായിരുന്നു. ഞാൻ ചോദിച്ച ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ പറയുന്നതിനേക്കാൾ കൂടുതൽ ഭാവത്തിലുണ്ടായിരുന്നു. ടെൻഷൻ കൂടുതലായിട്ട് കരുതുക. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ സൂസൻ പറയും കുറച്ച് ടെൻഷൻ ഉണ്ട് അല്ലേ? സൂസനോട് മാത്രമല്ല, വന്നു കയറിയ സമയത്ത് സൂസന്റെ മമ്മിയോടും പപ്പയോടും പേരൻസിനോടും മറ്റേ സഹോദരനോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ട്. വെച്ചാൽ മോളെ കെട്ടിക്ക് വയ്ക്കും, ടെൻഷൻ ഉണ്ടാവും. ഇപ്പോൾ ചോദിച്ചാൽ പറയും കുറച്ച് ടെൻഷനൊക്കെ ഒതുങ്ങി, പകുതി കഴിഞ്ഞല്ലോ. വൈകിട്ടത്തെ പാർട്ടികൾ ഭംഗിയായിട്ട് കഴിഞ്ഞാൽ സന്തോഷം. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിട്ട് നിങ്ങളെ നിങ്ങളുടെ വഴിക്കുക, ഒരു ദീർഘശ്വാസം കൊണ്ടും എല്ലാം കഴിഞ്ഞുന്നുണ്ട്. എന്നാൽ സൂസൻ ടെൻഷൻ ഇപ്പൊ ഉള്ളതിനേക്കാളും കൂട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. അത് കുറഞ്ഞു പോകുന്നു. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രശ്നം. ഇവിടെ വിവാഹം കഴിഞ്ഞിരിക്കുന്ന ഞാനടക്കം എല്ലാവർക്കും പറ്റിയിരിക്കുന്ന പ്രശ്നം അതാണ്. 20 വർഷം മുമ്പോ 30 വർഷം മുമ്പോ നമുക്കുണ്ടായിരുന്ന ആ ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഉന്മേഷം. ഇന്നലെ ബസ്സിനെ വിളിച്ചായിരുന്നു. വെച്ചാൽ എന്തെങ്കിലും ഓർമ്മ എന്നെ ഓർമ്മിക്കാൻ വേണ്ടി വിളിച്ചതാ. കല്യാണത്തിന് സമയമാണ്. എന്നാലും ഒരു ടെൻഷൻ. ഓരോ ദിവസം കഴിയുന്നതോറും ഇതിന്റെ തീഷ്ണത കുറഞ്ഞു പോകും. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് വെഡിങ് ആനിവേഴ്സറി എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിക്കേണ്ടി വരും. കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്താ ബസ്സിന് കല്യാണം 21 മെയ് ഇതിപ്പോ കണ്ണടച്ച വെളിയിലും പറയും. പക്ഷെ ഒരു 10 വർഷം കഴിഞ്ഞ് ചോദിച്ചാൽ വർഷം 8 ആയോ 10 ആയോ എന്ന് ചിന്തിക്കും. ദിവസവും മറന്നു പോകും, കെട്ടിച്ച അച്ഛനെയും മറന്നു പോകും, ചിലപ്പോൾ കൊച്ചിനെ വരും. ആ സംഭവമാണ് ഇപ്പം നമ്മുടെ ലോകത്ത് നടക്കുന്നത്. അതിന് തീഷ്ണത കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ടെൻഷൻ ഇല്ലാതാവും. ടെൻഷൻ വേണം. ഇന്ന് ഇവിടെ ബസ്സിൽ വരാൻ കുറച്ചുകൂടെ താമസിച്ചായിരുന്നെങ്കിൽ സൂസന് ടെൻഷൻ ആകത്തില്ലായിരുന്നു. കാണുന്നില്ലല്ലോ. ഈ ടെൻഷൻ ഒരു 2 മാസം കഴിയുമ്പോൾ എന്ന് ലേറ്റായിട്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് വരും. തിരിച്ചാണെങ്കിൽ അങ്ങനെ ആ ടെൻഷൻ ഇല്ലാതെയാവുന്നതാണ് പ്രശ്നം. ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞത് നല്ല കാര്യമായി. പക്ഷെ അത് ഇനി 10 വർഷം കഴിഞ്ഞാൽ ആരും ചോദിച്ചാൽ ഇപ്പോൾ ടെൻഷൻ ഉണ്ട്. മാതാപിതാക്കന്മാരാണെങ്കിലും ഇതുകൊണ്ട് തീരുന്നില്ല. നമ്മൾ ദീർഘശ്വാസം വിട്ട് എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ് പോകുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വാക്ക് അവസാനിപ്പിച്ചോളാം. ഇവിടെ പിന്നെയും നമ്മൾ വായിക്കുമ്പോൾ അവസാനം അല്ലേ ഞാവുള്ളത് അല്ലേ, നാളെ സൂസൻ വേണ്ടി കാര്യം പറഞ്ഞ് എല്ലാം വീട്ടിൽ കൊണ്ട് മേടിച്ചു കൊടുത്തു. നാളെ അവിടെ കാണും. പറയുന്നതെല്ലാം മേടിച്ചു കൊടുത്തു, എല്ലാം ഉണ്ടാക്കി സൂസൻ ടേബിളെ റെഡിയാക്കി വെച്ചിരിക്കും. ബെസ്റ്റിങ് കഴിക്കാനില്ലെങ്കിലും തിരിച്ചാണെങ്കിൽ ഭയങ്കര സ്നേഹമാണെന്ന് പറയും. പക്ഷേ ബസ്സിന് ആവശ്യമുള്ള സമയത്ത് ഒന്ന് സ്വാതന്ത്ര്യപ്പെടുത്താനോ ബസ്സിനോടൊപ്പം ആയിരിക്കുവാനോ കഴിഞ്ഞില്ല എങ്കിൽ സ്നേഹമല്ല. അത്രേ ഉള്ളൂ. എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞാലും ബെസ്റ്റിന് കൂടെ ഇല്ലെങ്കിൽ ആ കൊടുത്തതൊക്കെ വേസ്റ്റാണ്. കൂടെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഞാൻ വേറെ നിറച്ച് കഴിക്കാനുള്ളത് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് ഇനി എന്തോ വേണ്ടിയത് ബെസ്റ്റിന് അത് മറന്നു തിരിച്ചു എല്ലാം അങ്ങോട്ടാ പറയുന്നത്. ചിന്തിക്കരുത്. പരസ്പരം നിങ്ങൾ ഉണ്ടെങ്കിൽ നമ്മള് പഴമക്കാരെന്ന് പറയും ഒരുവയുണ്ടെങ്കിൽ അയ്യോ അതും അറിയത്തില്ലേ, ഒലക്കയും കിടക്കാമെന്ന് കേട്ടിട്ടില്ലേ? അറിയാമോ? അത് എന്നെ കളിയാക്കാം. അറിയാം കാര്യം പറയുന്ന അച്ഛനൊക്കെ. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉപ്പും ചമ്മന്തിയും ഉണ്ടെങ്കിലും നിങ്ങളെ അറിയത്തുള്ളൂ. ചെറുപ്പനോട് ഉണ്ടായിരിക്കണം. ബസ്സിനില്ലെങ്കിൽ സൂസൻ കരഞ്ഞോണ്ടിരിക്കുവാണെങ്കിൽ അപ്പുറത്തവർ വന്ന് ചോദിക്കും എന്തിനാ അവിടെ കരയുന്നത്. 2 ദിവസം ഇണ്ടായിരിക്കും, 3 ദിവസം പറയും അമ്മാവേ കറി വെക്കാറില്ലെന്ന് പറയും. അപ്പുറത്തവരോട് പറഞ്ഞു കഴിയും. ബസ്സിനോടുണ്ടെങ്കിൽ ആരും ചോദിക്കാനും വരത്തില്ല. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ കഴിയുന്നു വിചാരിച്ചു. So the requirement of each one to other is very important. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക.
നമ്മൾ ഇന്ന് ഏറ്റെടുക്കുന്നതായ ദൗത്യം, that means you are going to take care of her and you are going to love him and take care of him. ആ ദൗത്യം അവസാനം വരെ ആ പ്രോമിസ് കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടുത്തെ നടത്തുന്ന ശുശ്രൂഷ കൊണ്ട് അർത്ഥമുണ്ടാകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു ഡ്രാമയായിട്ട് പോയി. നിങ്ങൾ പള്ളിയിൽ വരാതെ ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി സൈൻ ഇട്ടാൽ തയ്യാറാണ്. You came here, so there is something. You need something from here, right? അത് തരാൻ ദൈവം റെഡിയാണ്. Are you ready to accept? If you are accepting it, you are supposed to take care of it in your സ്നേഹാഗ്നി കൊണ്ട് നിങ്ങളെ പരസ്പരം വിലയിരുത്തുകയാണ്. നമുക്കൊരു അഗ്നിയുണ്ട്. അത് അഗ്നിയുടെ സ്വഭാവം അറിയാമല്ലോ. ശുദ്ധീകരിക്കാനും അറിയാം, കത്തി നശിപ്പിക്കുവാൻ. അങ്ങനെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കൊണ്ടു നടന്നില്ല എങ്കിൽ അപകടവും വരാം. എന്നാൽ അത് ആവശ്യപ്പെട്ട് നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാം. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ വലിയ ദൗത്യം, കുടുംബജീവിതം എന്നുള്ള ദൗത്യം ഏറ്റവും അനുഗ്രഹമായിട്ട് തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ രൂപ സഹായിക്കട്ടെ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇടവകയുടെയും വന്നിരിക്കുന്ന എല്ലാവരുടെയും ഉള്ള നാമത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർ എല്ലാവിധമായ ആശംസകൾ നേടുന്നു. ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിന് മുഴുവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിലോട് കൂടുതലിവിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ വഖുൽ സുബ്ഹാനൽ വൽമീൻ. ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധനിക്കുവാനോ കഴിവില്ലാത്തവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടു ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തന്റെ അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും
കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയം വരച്ചുകൊണ്ട് വാർത്തപ്പെടുകയും മഹോന്നതങ്ങളിലാക്കിയുമായി മാറുകൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിലും പരിമളിച്ച് ചന്ദ്രപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്ണീയമായ നിന്റെ കൃപാപ്രബലത്താലും നിസ്സീമമായ നിന്റെ ദയയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേലുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രിയപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിരുകൊള്ളവനാകുന്നു. ശിക്ഷാകന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണം. സകല പ്രവൃത്തികളിലും ഉത്തമരായി പാടുപോകണം. ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ പോകണം. നിന്റെ ന്യായപ്രമാണമാർഗത്തിൽ ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചോളണം. ഞങ്ങളെ ഇവരെയും നിന്റെ ആത്മീയ ഉദ്യോഗത്തിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിനും ഭീഷണിയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിമിഷന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശനും പരസ്പരം സ്നേഹിക്കുന്നവരും കരുണയും ദൈവം നിറഞ്ഞതായ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിനെ ഞങ്ങളെ ഇവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ ഇവരെ നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. വീരൊരുവൻ വന്ന
എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ പാർക്കുമോ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവ്വദാ സകലത്തിനും വേണ്ടി പിതാവാം ദൈവത്തെ സ്തുതിപ്പിൻ. മിശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യും. സ്ത്രീകളെ നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മിശിഹാ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ ശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ എമ്മയുള്ളതാക്കി അത് അവളെ കറയോ ചുളവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണമായി തനിക്ക് തന്നെ പ്രതീക്ഷിക്കുന്നതിനും അവൾ കളങ്കരഹിതയും വിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ശരീരങ്ങൾ എന്ന പോലെ സ്വന്തം ശരീരത്തെ ദേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാ സഭയ്ക്ക് വേണ്ടി എന്നപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരുകയും അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാണെന്ന് പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്തോ മാതാപിതാക്കന്മാരെ അനുസരിപ്പേൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാൻ നീ ഭൂമിയിൽ ദീർഘായുസ്സോടിയിരിക്കാനായിട്ട് നിന്റെ മാതാപിതാവിനെയും മാതാവിനെയും സ്നേഹിക്കുക എന്നത് വാക്യത്തോടു കൂടിയ പുതുമ കൽപ്പനയാകുന്നു. അമീനാഹായ ലോകത്തിലെ ജീവനെ രക്ഷയും ഘോഷിക്കുന്ന പരിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്നും പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര കാലങ്ങളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദ്ദാന്റെ മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാർ നടത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവരെ തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് നമ്മളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞ്, മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ വിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജനത്തിൽ തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കി തീർക്കുന്നവരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ച് അരുൾ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ.
പനിയുന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനയാചാര്യൻ ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം നിങ്ങളിലും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികളേറ്റാം.
മനുഷ്യരാജ്യങ്ങൾക്ക് വേണ്ടി സർവ്വത്തും നൽകി വിശുദ്ധമായ ദൈവമാതാവായ രാജഭാവിനിയും ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവരെ ബലഹീനം കുറവുമായ നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വർഗീയ സിംഹാസനത്തിന്റെ സന്നിധിയിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെടും. Why